അങ്ങനെ ഈ കൊല്ലത്തെ ക്രിസ്മസും കഴിഞ്ഞ് ഇനി ഞാൻ എന്തോ ചെയ്യും? അയ്യേ, ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇവനൊന്നും അഴിച്ചു വെക്കാൻ ഇവിടെ ആരും ഇല്ലയോ? എന്തൊക്കെ പറഞ്ഞാലും നിന്നെയൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് എന്നെ എടുത്ത് വെക്കത്തുള്ളു കേട്ടോ. അങ്ങ് നിർത്ത്. ഇവിടെ പുൽക്കൂട് കഴിഞ്ഞിട്ടേ ഉള്ളു സ്റ്റാർ കേട്ടാ. അമ്പലത്തിൽ ഉത്സവം കൊടിയേറി. അമ്മേ അമ്മേ, ഞാൻ ഉത്സവത്തിന് കാളമൂട്ടി പോവാ. ആ ഇല്ലടി മോളെ, ഞാൻ പോവാ കേട്ടോ. എടാ, ഇവിടുത്തെ പയ്യനോട് സ്റ്റാർ വാങ്ങാൻ പറഞ്ഞപ്പോളേ അവൻ എന്തോ പറഞ്ഞെന്നറിയാവോ? എന്തിനാമ്മേ ഒരു വീട്ടിൽ 2 സ്റ്റാർ? 1 സ്റ്റാർ പോരായോ? അയ്യോ, അവനെ കണ്ടേച്ചാലും പറയും ഭയങ്കര സ്റ്റാരാ. ഇതെല്ലാം പറഞ്ഞിട്ട് അവന്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. വിശക്കുന്നല്ലോ. എന്തുകൊണ്ട് കഴിക്കുക ഇവിടെ? പ്ലം കേക്കോ? ഓ, ഇവിടെയും പ്ലമ്മോ? ഇവിടെയും പ്ലമ്മോ? ഇവിടെ രാവിലെ എന്തോ കഴിക്കാൻ? ചായയും പ്ലം കേക്കും. ഉച്ചയ്ക്ക് എന്തോ ഇവിടെ കഴിക്കാൻ? നിനക്ക് ഇഷ്ടപ്പെട്ട ചോറും സാമ്പാറും പ്ലം കേക്കും. അപ്പൊ വൈകിട്ടോ? നല്ല ചക്കച്ചോളയുടെ ചക്കയപ്പം പ്ലം കേക്ക്. ആരാ വെളിയില്? എന്തൊക്കെ പറയല്ല, അവന്റെ പത്രാസ് കാണുമ്പോ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട്. ആ പ്ലം കേക്കിന്റെ ഇല്ലയോ, എനിക്കും അങ്ങോട്ട് ചൊറിയുന്നുണ്ട്. ഈ ആൾക്കാരെ ഇങ്ങനെ പൊക്കിയെടുത്ത് നടക്കുമ്പോ ഓണക്കൊന്നും കൊടുത്താലോ. എന്ത് ചെയ്യാനാന്ന് പറ? ക്രിസ്മസ് ആയി കഴിഞ്ഞാലേ ആൾക്കാർക്കൊക്കെ എന്നെ മതിയെന്നേ. അതിലൊക്കെ ഈ കുശുമ്പ് മൂത്തിട്ട് ഒരു കാര്യം. ഇത് കാണുമ്പോ എനിക്ക് അങ്ങോട്ട് അരച്ചങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്കും പോമ്പറ, അവനോട് കേറി അകത്തെങ്ങാനും പോമ്പറ പോ. അല്ലടാ, നിന്നകത്തെ ആ ഉണ്ണിയേശ്വരി തൊട്ടിപ്പുറത്ത് ഒരു പ്രതിമ ഉണ്ടായിരുന്നല്ലോ, അതെന്ത്? അതൊരു നായിന്റെ മോൻ പൂച്ച കൊണ്ടുപോയടാ. നായിന്റെ മോൻ പൂച്ചയോ? നായിന്റെ മോനല്ല, പൂച്ചയുടെ മോൻ പൂച്ച. ആ പറഞ്ഞില്ല, ദേ വരുന്നു. ഈ വെട്ട ഇവൻ ആരെയാണോ എടുത്തോണ്ട് പോവാൻ പോകുന്നത്? അങ്ങനെ പശുവിനെ കൊണ്ടുപോയി. പട്ടിയാ? പട്ടിയില്ല, പൂച്ച പൂച്ച. ഓ, ഇതെന്തോ എവിടെ നോക്കിയാലും പ്ലം കേക്ക് ആണല്ലോ. ഈ പ്ലം കേക്ക് എന്ന് ഞാൻ മടുത്തങ്ങ് വെറുത്താ സാമാനം. ഓ കൊറേ തിന്നു കഴിഞ്ഞപ്പോഴേ ആൾക്കാരൊക്കെ എന്നെ വെറുത്തു തുടങ്ങി, ഇല്ലയോ? എടാ, വെറുക്ക് മാത്രല്ല, നിന്നെ ഇനി ആൾക്കാർ കാണുമ്പോഴേ അറയ്ക്കും. മടുപ്പായിരിക്കും, മടുപ്പ്. എന്നാലും എനിക്ക് ഈ ഗതിയായി പോയല്ലോ. അവനെന്തേ, അവനൊരു സാധനം കൊടുക്കാൻ വേണ്ടി വന്നതാ. മാമനോ? മാമാ, ക്രിസ്മസ് കഴിഞ്ഞ് എന്നാലും മോനെ നിന്ന് പിടിച്ച് ക്രിസ്മസിന് മോന് ഗിഫ്റ്റ് ഒന്നും തന്നില്ലെന്ന് പിന്നെ പറയരുത്. താങ്ക്സ് മാമാ. പ്ലമ്മോ? ഒന്നും പോരാ, ഇനിയും വേണോ? 10-15 എണ്ണോ വീട്ടിൽ ഇരിക്കുന്നു, ഞാൻ ഇപ്പഴത്തോട്ട് തരാം. നേണ്ട മാമൻ വന്നാൽ മേലെ ഇവിടെ കഥ പറഞ്ഞു പോയേക്കില്ല കേട്ടോ. വേണ്ടേ നിങ്ങളുടെ പുന്നാരെ ഞങ്ങളുടെ സാമാനം കൊണ്ട് പുഴിയുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ പുൽക്കൂടുണ്ടല്ലോ, അതാണ് പുൽക്കൂട്. അല്ല, അപ്പൊ നിങ്ങളോ? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പുൽക്കൂടാടാ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ക്രിസ്മസ് ആയി കഴിഞ്ഞ ഇത് ക്രിസ്മസ് ഡേ ആക്കിയാലോ? വെട്ടോത് ഞാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം പുൽക്കൂടെ നിന്റെ വീട്ടിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഈ വട്ടം എന്റെ വീട്ടിലുണ്ടാക്കണം. അതവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ വട്ടം പുൽക്കൂട് ഉണ്ടാക്കാൻ നേരത്ത് വിളിച്ചില്ലെന്നും പറഞ്ഞേ പിണങ്ങി ഇരിക്കാൻ തുടങ്ങിയതാ. പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാ, വരുന്നോ? വെട്ടത്തി എടുക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. കമ്പ് വെട്ടാ. താണ്ടാ പുല്ല്. എന്റെ പൊന്നാളി, അത് ശോഭനേ വേണ്ടല്ലോ, പശുവിന് കൊടുക്കാൻ വേണ്ടി വെട്ടിവെച്ച പുല്ല അത്. അതിനിപ്പോ എന്തോ, ഇത് പുൽക്കൂട് ഉണ്ടാക്കാൻ ബെസ്റ്റാ. കണ്ടോ ഒരു കമ്പ്? ആരുടെ കൊലക്ക് വെച്ചേക്കുന്ന കമ്പ് പൊട്ടിയേ? മോനാണേ. നീ എന്താ എന്റെ പേര് പറഞ്ഞേ? അത് കുഴപ്പമില്ല, നിന്റെ അച്ഛനെ അറിയാമല്ലോ. എന്ത് ചെയ്യാനാ, ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആടേ, കച്ചി പോലും. അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിടം വരെയുള്ള അവന്റെ ഡിമാൻഡ്. നമ്മുടെ അത് ശരിയാണല്ലോ.
അടുത്ത കൊല്ലം ഉപയോഗിക്കടാ. ഗൈസ് അപ്പൊ ഞാൻ പോകാൻ ടൈമായി. പുള്ളി എന്തേ? ഏ ഞാൻ നേരത്തെ ഇങ്ങ് പോന്ന് ഷെൽഫിന്റെ മുകളിലുണ്ട്, നീ ഇങ്ങ് പോര്. ബാബാ എടാ എന്നാലും നമ്മളൊക്കെ പോയിട്ട് അടുത്ത പോലെ ഇതേപോലെ ഇങ്ങ് വരും. തോയിരിക്കുന്ന പൂത്തി പളിഞ്ഞു പോടാ. അവന്റെ മുഖം കാണുമ്പോ എനിക്ക് വയ്യാടാ. കളിയാക്കി അടുത്തില്ലയോടെ അമ്മേ. ക്രിസ്മസിന് മേടിച്ച പ്ലം കേക്കിന്റെ ബാക്കി ഇരിപ്പുണ്ടോ ഇവിടെ? നല്ല വിശപ്പ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനെന്നും പിഞ്ഞാടാ.